യുഎസും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള 26-അംഗ അന്തിമ ടീമിനെ പ്രഖ്യാപിച്ച ക്രൊയേഷ്യ. 26-അംഗ ടീമിനു പുറമെ 7-അംഗ സ്റ്റാൻഡ് ബൈ താരങ്ങളെയും പരിശീലകൻ സ്ലാറ്റ്കോ ദാലിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018 ലോകകപ്പിൽ റണ്ണറപ്പും 2022 മൂന്നാം സ്ഥാനക്കാരുമാണ്. ഇക്കുറി ഹാട്രിക് സെമി യോഗ്യതയാണ് ലൂക്കയും സംഘവും ലക്ഷ്യമിടുന്നത്. ജൂൺ 17 യൂറോപ്പിലെ പ്രബല ശക്തികളായ ഇംഗ്ലണ്ടുമായാണ് ക്രൊയേഷ്യയുടെ ലോകകപ്പിലെ ആദ്യ സൂപ്പർ ക്ലാഷ്. ഗ്രൂപ്പ് എല്ലിൽ 24 പനാമയെയും 27 ഘാനയെയും ക്രൊയേഷ്യ നേരിടും. 5-ാം ലോകകപ്പിനൊരുങ്ങുന്ന 40-കാരൻ ലൂക്ക മോഡ്രിച്ചാണ് ക്രൊയേഷ്യയുടെ ക്യാപ്റ്റൻ. പരിചയസമ്പന്നരും യുവതാരങ്ങളും ഒത്തുചേർന്ന ടീമാണ് ക്രൊയേഷ്യയുടേത്. മോഡ്രിച്ചിനെ കൂടാതെ യോസ്കോ ഗ്വാർഡിയോൾ, ജോസിപ്പ് സ്റ്റാനിസിച്ച്, മാറ്റിയോ കൊവാസിച്ച്, ഇവാൻ പെരിസിച്ച് തുടങ്ങിയ പ്രധാന താരങ്ങളെല്ലാം ഉണ്ട്. മധ്യനിരക്കാരൻ ലൊവ്രോ മയറിന് ഇത്തവണ ടീമിൽ ഇടം പിടിക്കാനായില്ല. 5 ബുണ്ടസ്ലിഗ താരങ്ങളാണ് ഇക്കുറി ക്രൊയേഷ്യയുടെ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ജോസിപ്പ് സ്റ്റാനിസിച്ച്, ലൂക്ക വുസ്കോവിച്ച്, ക്രിസ്റ്റിജൻ ജാക്കിച്ച്, ആന്ത്രേ ക്രാമാരിച്ച്, ഇഗോർ മാറ്റാനോവിച്ച് എന്നിവരാണ് ഈ താരങ്ങൾ. ബയേൺ മ്യൂണിക് ഡിഫൻഡറായ ജോസിപ്പ് സ്റ്റാനിസിച്ചാണ് കൂട്ടത്തിൽ പ്രമുഖൻ. സീസണിൽ ലീഗ് ചാമ്പ്യന്മാരായ ബയേണിനു വേണ്ടി 26 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകളും 3 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. മറ്റൊരു ഫുട്ബോൾ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.